ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറിയല്ല കേട്ടോ, ഒരു ചിക്കൻ പൊള്ളിച്ചത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചിക്കനിൽ നമ്മൾ മസാലയെല്ലാം ആഡ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കന് കോമ്പിനേഷനായിട്ട് നമുക്കൊരു പുട്ട് കൂടി ഉണ്ടാക്കാം. അതിനുവേണ്ടി പുട്ടുപൊടിയിൽ ഉപ്പും വെള്ളവും ഒഴിച്ച് അതും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കണം. ഇത് ഒത്തിരി ഒന്ന് മൂത്തൊന്നും പോകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമുക്കിത് പൊള്ളിച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ ചിക്കൻ എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടുപൊടി ഒന്ന് സെറ്റാക്കി അതൊന്ന് അടുപ്പത്തോട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇഞ്ചി ഒന്ന് മൂപ്പിച്ച് അതിലോട്ട് സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പുട്ട് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഈ പുട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ സമയം കൊണ്ട് നമ്മുടെ സവാളയും വഴണ്ട് കഴിഞ്ഞു. ഇതിലോട്ട് നമ്മൾ തക്കാളി കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയെല്ലാം ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മസാലകളും കൂടി ആഡ് ചെയ്ത് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ കൂടി ഒഴിക്കാം. ഇതുപോലെ കുറുകി സെറ്റായി കഴിയുമ്പോൾ നമുക്കത് വാഴയിലയിലോട്ട് മാറ്റി അതിൻ്റെ പുറത്ത് നേരത്തെ പൊരിച്ച ചിക്കൻ പീസും കൂടി വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ പീസിനെ കവർ ചെയ്യുന്ന പോലെ നമ്മൾ ഈ മസാലയെല്ലാം സെറ്റ് ചെയ്യണം. എന്നിട്ട് അത് പൊതിഞ്ഞ് നമുക്ക് നേരെ അടുപ്പത്തോട്ട് വയ്ക്കാം. ഇതൊരു 10-15 മിനിറ്റ് ആവി കയറി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് റെഡിയായി. ഡെയിലി ഒരേ ചിക്കൻ കറി കഴിച്ച് മടുത്തവരാണെങ്കിൽ ഒന്ന് ഇതുകൂടി ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പുട്ടിനോട് കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു ചപ്പാത്തി എടുത്ത് ഈ ചിക്കനും കൂടി കഴിച്ചു.